ഐസ്ക്രീം പാർലർ അട്ടിമറി കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് വി.എസ്. നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. പ്രത്യേക സംഘത്തിന്റെ അന്വേഷണത്തിൽ എതിർപ്പുണ്ടെങ്കിൽ വി.എസിന് വിചാരണ കോടതിയെ സമീപിക്കാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. വി.എസിന്റെ ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന് സംസ്ഥാന സർക്കാർ കോടതിയിൽ അറിയിച്ചു. അട്ടിമറി കേസിൽ ആരോപണ വിധേയനായ ആളെയാണ് മുഖ്യമന്ത്രി നിയമോപദേശകനായി വച്ചതെന്ന് വി.എസിന്റെ അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. അതേസമയം കോടതി രാഷ്ട്രീയ പോരിന്റെ വേദിയാക്കരുതെന്ന് സുപ്രീം കോടതി പറഞ്ഞു. ഐസ്ക്രീം പാർലർ കേസ് അട്ടിമറിച്ചത് ഹൈക്കോടതിയിൽ ജഡ്ജിമാർ ഉൾപ്പെടെയുള്ളവരാണെന്നും അതിനാൽ സിബിഐ അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് വി.എസ്. സുപ്രീം കോടതിയെ സമീപിച്ചത്. എന്നാൽ വി.എസ്. അച്യുതാനന്ദന്റെ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ കെ വേണുഗോപാൽ വാദിച്ചു. മുൻ മന്ത്രിയും അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരിയുടെ ഭർത്താവും തമ്മിലുള്ള തർക്കമാണ് ആരോപണങ്ങളുടെ അടിസ്ഥാനം. ആരോപണം ഉയർന്നപ്പോൾ തന്നെ പ്രത്യേക സംഘത്തെ കൊണ്ട് അന്വേഷിപ്പിച്ചിരുന്നു. അന്വേഷണ റിപ്പോർട്ടിന്റെ കണ്ടെത്തലിനോട് വിയോജിപ്പുണ്ടെങ്കിൽ വി.എസിന് വിചാരണ കോടതിയെ സമീപിക്കാമെന്നും കെ വേണുഗോപാൽ ചൂണ്ടിക്കാട്ടി. എന്നാൽ ഹൈക്കോടതിയിലെ ജഡ്ജിമാർക്ക് പുറമെ മുൻ അഡ്വക്കേറ്റ് ജനറലും കേസിൽ ആരോപണ വിധേയനാണെന്ന് വി.എസിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. ഈ ആരോപണ വിധേയനായ വ്യക്തിയാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി നിയമോപദേശകനായി വച്ചിരിക്കുന്നതെന്നും വി.എസിന്റെ അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ഇതോടെ രാഷ്ട്രീയ പോരിന്റെ വേദിയായി കോടതിയെ മാറ്റരുതെന്ന് ചീഫ് ജസ്റ്റിസ് ടി.എസ്. ഠാക്കൂർ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ വാദങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ടാണ് വി.എസിന്റെ ഹർജി സുപ്രീം കോടതി തള്ളിയത്. ഇന്നത്തെ ഉത്തരവോടെ ഐസ്ക്രീം പാർലർ കേസുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിലെ നിയമ പോരാട്ടങ്ങൾക്ക് താൽക്കാലിക വിരാമമായി. ബി. ബാലഗോപാൽ, റിപ്പോർട്ടർ, ദില്ലി.